ഭാഗവതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പുതുതലമുറയായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് എത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കണം, എത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വളരെയധികം കൃത്യമായി അറിയുന്ന ആളാണ് പത്മജൻ ഡോക്ടർ. കാരണം തൃശ്ശൂരിൻ്റെ തന്നെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ പാറമേക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ ആഴ്ചയിലും ഇതുപോലത്തെ ക്ലാസ്സുകൾ നയിക്കുന്നത് ഡോക്ടർ പത്മജൻ്റെ നേതൃത്വത്തിലാണ്. എന്താണ് അദ്ദേഹം ഈ ആളുകൾക്ക് പറഞ്ഞു നൽകുന്നതിൻ്റെ പൊരുൾ? അത് എത്തരത്തിൽ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നത് ചുരുങ്ങിയ സമയം കൊണ്ട്, നമുക്ക് ഒരു റൗണ്ട് കൂടി 8 മണിക്ക് മുമ്പ് ഇവരെ 3 പേരെയും സംസാരിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നമസ്കാരം. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനമായി വേണ്ടത് കാര്യകർത്താക്കൾ വിചാരിക്കേണ്ടത് സനാതനധർമ്മം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. പുതിയ തലമുറയ്ക്ക് ഇതിലേക്കൊരു ആകർഷണം കിട്ടാൻ ആചാര്യൻ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കണം, എന്നാൽ തന്നെ സാധിക്കുള്ളൂ. അല്ലാതെ 70 വയസ്സായ ഒരാൾക്ക് കൊടുത്ത പോലെ പറ്റില്ല. സനാതനധർമ്മം എന്താണെന്ന് ആദ്യം പഠിപ്പിക്കണം. ഒരിക്കലും നാശം സംഭവിക്കാത്തത്, ഇപ്പോൾ സനാതനധർമ്മത്തിനെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സിയും അതിനെ മെക്കെട്ട് കയറുകയാണ് ഓരോരുത്തരെ. അപ്പോൾ നമ്മൾ ഈ സനാതനധർമ്മം എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആ സനാതനധർമ്മം ഇനി അപ്പോൾ അതിനെക്കുറിച്ച് സനാതനധർമ്മം എന്താണെന്ന് കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല, വിനോദ് കൈ പിടിക്കും. ഒരു റൗണ്ട് കൂടി പറയണമെന്ന് പറഞ്ഞ കാരണം ആദ്യം അത് പഠിപ്പിക്കണം. പിന്നെ പ്രധാനമായും ഇപ്പം ഞങ്ങളുടെ പാഠശാലയിലൊക്കെ വരുന്നത് കുട്ടികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികളില്ല. ഞങ്ങളുടെ പാഠശാലയിലുള്ള വിദ്യാർത്ഥികൾ കുറേ പേര് ഇവിടെ ഉണ്ട്. കുട്ടികളാരുമില്ല. കുട്ടികളില്ലാതെ കാരണം ട്യൂഷനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവർക്ക്. കൊട്ട് പഠിക്കണം, വാദ്യം പഠിക്കണം, കമ്പ്യൂട്ടറുണ്ട് എന്നൊക്കെയാണ് പറയാം. അപ്പോൾ 1 മണിക്കൂർ സമയം മാറ്റിവെക്കാൻ നമ്മുടെ കയ്യിലില്ല, നമുക്ക് സമയമില്ല. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. വീട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതും ഇല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ, അമ്മയ്ക്കും നേരമില്ല, അച്ഛനും നേരമില്ല, അവർക്ക് ജോലിയായി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായി. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പം എന്ത് വേണം? ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുരാണേതിഹാസങ്ങൾ ശരിക്കും പഠിപ്പിച്ചാൽ മതി. അതിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. സനാതനധർമ്മം പഠിപ്പിച്ചതിന് ശേഷം പുരാണേതിഹാസങ്ങളിലെ ആവശ്യമുള്ളതായ കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന, ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പഠിപ്പിക്കുന്നത് ആദിത്യഹൃദയ മന്ത്രം സ്തോത്രമാണ്. വാൽമീകി രാമായണത്തിലെ ആദിത്യഹൃദയം, നമ്മുടെ ഇതിലത്തെയല്ല, അധ്യാത്മരാമായണത്തിലല്ല, ആദിത്യഹൃദയം ശരിക്കും തതോ യുദ്ധ പരിശ്രാന്തം എന്നുള്ള ഭാഗം. അതായത് ഏറ്റവും മനസ്സിലാക്കാവുന്ന രീതിയിൽ രാമരാവണ യുദ്ധം കേമമായിട്ട് നടക്കുന്നു. ഒരിക്കലും രാവണനെ വധിക്കാൻ ശ്രീരാമചന്ദ്രസ്വാമിക്ക് സാധിക്കില്ല. കാരണം രാത്രിഞ്ചരൻ്റെ തപോബലം അദ്ഭുതം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ആദിത്യഹൃദയം സ്തുതിച്ചിട്ട് കൊണ്ട് ഈ ആദിത്യഹൃദയം ആരാണോ കൈകാര്യം ചെയ്ത് പറഞ്ഞു കൊടുത്തത്, അദ്ദേഹം തന്നെ വനവാസക്കാലത്ത് അഗസ്ത്യ മഹർഷി തന്നെ കൊടുത്ത ഇന്ദ്രാസ്ത്രം കൊണ്ടാണ് ഈ രാവണനെ ശ്രീരാമചന്ദ്രസ്വാമി വധിക്കുന്നത്. ഈ ഭാഗം മാത്രം ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഏറ്റവും ചെറിയ മന്ത്രമായി. പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഒരു നാമം ചൊല്ലിയില്ലെങ്കിലും കുട്ടികളോടായാലും പ്രായമായവരോടും പറയും കലിസന്ധരണോപനിഷത്ത്, ഏറ്റവും ചെറിയ, വിനോദ് വാച്ചിലേക്ക് നോക്കുന്നുണ്ട്, ഏറ്റവും ചെറിയ ഉപനിഷത്ത് കലിസന്ധരണോപനിഷത്തിൽ പറയുന്ന ഹരേ രാമ മന്ത്രം. ഏത് ക്ലാസ്സിലും ഒരു എന്താ പറയുക, നമുക്ക് പറ്റാവുന്ന പോലെ ഹരേ രാമ ഹരേ രാമ, അത് ഒന്ന് നമ്മൾ മനസ്സിരുത്തി ഹൃദയത്തിലെ ആ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക, ഹരേ രാമ മന്ത്രം ചെല്ലുക. അങ്ങനെ വേണം നമ്മൾ ഓരോന്ന് പഠിപ്പിക്കാനായിട്ട്. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ എന്താ പറയുക, ഭഗവത്ഗീത പഠിപ്പിച്ചു തുടങ്ങി. അപ്പോഴേക്കും ചോദിച്ചു തുടങ്ങി ദേവീ മഹാത്മ്യത്തിലെ പ്രധാന ഭാഗം പഠിക്കണമെന്നായി.
അപ്പോഴേക്കും കുറച്ച് പേർക്ക് നാരായണീയം പഠിപ്പിക്കണം എന്നായി. പക്ഷേ ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല. ഉള്ള സമയത്ത് കുറച്ച് സമയം വെച്ച് പഠിപ്പിക്കും. അങ്ങനെ വേണം നമ്മൾ അവർക്ക് എന്താണ് വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അതുമാത്രം ചെയ്താൽ മതി. എല്ലാ ക്ഷേത്രങ്ങളിലും നിർബന്ധമായിട്ടും ഒരു കുട്ടിയാവും ചിലപ്പോൾ ഉണ്ടാവുക അറ്റൻഡൻസ്, അല്ലെങ്കിൽ 2 കുട്ടിയാവും. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ 50-40 ആളുള്ളതാണ്. ചിലപ്പോൾ 10 ആൾ 5 ആളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഞാൻ ആ 1.5 മണിക്കൂർ ക്ലാസ് മുടക്കാറില്ല. കാരണം എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എല്ലാവരും സനാതനധർമ്മം പഠിക്കണം, പുരാണേതിഹാസങ്ങളെ അറിയണം. ഓരോ ശ്ലോകങ്ങളും ഭഗവത്ഗീത എന്താണെന്ന് അറിയണം. അർജുനൻ ആരായിരുന്നു, നമ്മളാണ് അർജുനൻ എന്ന് മനസ്സിലാക്കണം. സിംബോളിക്കാണ്, നമ്മുടെ സിംബോളിക്കാണ് അർജുനൻ. ഒരു മാനസിക രോഗിയായി അർജുനൻ മാറുകയാണ്. അവിടെ നിന്നാണ് ആദ്യത്തെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ ആരാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടികൾ ഇത് മനസ്സിലാക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.